ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? റോബിൻ ശർമ്മയുടെ പ്രശസ്തമായ ബുക്കുണ്ട്. അതിൽ അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഇന്ന് നമുക്ക് ഒരു വലിയ എക്സാമ്പിളാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര പേരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കും എന്ന് നമുക്ക് കൂട്ടി വായിക്കാം. PS-ൻ്റെ വിലാപയാത്ര 1 മണിക്കൂർ ട്രിവാൻഡ്രത്ത് നിന്ന് ആറ്റിങ്ങൽക്ക് സാധാ രീതിയിൽ യാത്ര ചെയ്യുന്നവിടത്തേക്ക് 6 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഇനി ആലപ്പുഴയിൽ എത്തുമ്പോഴേക്ക് അതിൻ്റെ സമയം എത്ര വന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും VS-ൻ്റെ വിലാപയാത്രയും നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സിൻസിയറായിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവർ അഹോരാത്രം പ്രവർത്തിച്ചപ്പോൾ അവരെ ജനങ്ങൾ ഏറ്റെടുക്കുകയും മനസ്സിലേറ്റെടുക്കുകയും അവർക്ക് വേണ്ട കൃതജ്ഞതയോടെയുള്ള ഒരു യാത്രയപ്പാണ് ഇവിടെ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ, രാഷ്ട്രീയ പാർട്ടിയുടെ വിവിധ പാർട്ടിയുടെ വക്താക്കൾ, മതസംഘടനയുടെ വക്താക്കൾ, ക്ലബ്ബുകളുടെ വക്താക്കൾ, സന്നദ്ധ സംഘടനകൾ, എല്ലാവർക്കും വലിയ പാഠം അതിലുണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയാൽ അത് ജനങ്ങൾ നമുക്ക് തിരിച്ചു തരും എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിലൂടുള്ളത്. ഈ ജനങ്ങൾക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായി പണിയെടുത്തു. സമയമോ ഒന്നും നോക്കാതെ അഹോരാത്രം പോരാടിയപ്പോൾ ജനങ്ങൾ അത് കൃതജ്ഞതയോടെ പാർട്ടി, രാഷ്ട്രീയ, ജാതി, മതഭേദമെന്നെ അവർക്ക് വലിയ യാത്രയപ്പ് നൽകുകയാണ്. ഇവിടെ ഇവര് വ്യക്തിപരമായിട്ട് വളരെയധികം ഡിസിപ്ലിൻ പാലിക്കുകയും അതുപോലെ തന്നെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത മഹൽ വ്യക്തികളാണ് ഈ 2 പേര്. മറ്റു ഉള്ള ആളുകൾക്കും മുമ്പ് മരിച്ചു പോയവർക്കും ഒരുപാട് ആളുകൾക്ക് ഇതുപോലെയുള്ള യാത്രയപ്പ് ലഭിച്ചിട്ടുണ്ട്. അവരാരെയും നമ്മൾ വിസ്മരിക്കുന്നില്ല. ഇവിടെ പറയാൻ കാരണം, അടുത്തിടെയായിട്ട് ഒരു 2 വർഷ ഗ്യാപ്പിൽ നമ്മൾ കണ്ടു. ആ കണ്ടതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മതത്തിലുണ്ട്, പല പല രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ സോഷ്യൽ വർക്കിൽ സജീവമാകുമ്പോൾ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു പാർട്ടിയോ ജാതിയോ മതമോ നോക്കാതെ എന്താണോ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ ഒരാൾക്കെങ്കിലും, നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരമുണ്ടാകുന്ന ഒരു ജീവിതമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഹോരാത്രം പരിശ്രമിക്കുക, പറ്റുന്നതൊക്കെ നല്ലത് ചെയ്യുക. അങ്ങനെ ജനങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങ് നമുക്ക് ഇവിടുന്ന്